ഹൈദരാബാദിൽ സെപ്റ്റംബർ 17 അമിത്ഷാ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഹൈദരാബാദിലെ BJP-ക്കാർ പ്രതീക്ഷിക്കുന്ന മഹത്തായ ഒരു സ്വപ്നം. ആ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ശ്രമത്തിലാണ് അമിത്ഷാ എന്നുള്ള റിപ്പോർട്ടുകൾ കടന്നു വരുമ്പോൾ ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാൽ മതിയെന്നാണ് ഉവൈസിക്കും ചന്ദ്രശേഖർ റാവുവിനും പറയാനുള്ളത്. പറഞ്ഞു വരുന്നത് കശ്മീരിൽ 370-ാം വകുപ്പും 35A റദ്ദ് ചെയ്തുകൊണ്ട് ശക്തമായ നീക്കം നടത്തിയ അമിത്ഷാക്ക് അടുത്തത് ഹൈദരാബാദാണ് ലക്ഷ്യം. ഒന്ന് ചന്ദ്രശേഖര റാവു, മറ്റൊന്ന് അസദുദ്ദീൻ ഒവൈസി. ഉവൈസി വലിയ തലവേദന തന്നെയാണ് BJP-ക്ക്. BJP-യുടെ എല്ലാ പൊള്ളത്തരങ്ങളും വസ്തുതാപരമായിട്ടുള്ള രേഖകളെ അടിസ്ഥാനപ്പെടുത്തി തെളിയിച്ചു കൊടുത്ത് BJP-യെ പാർലമെന്റിൽ മുട്ടുകുത്തിക്കുന്നത് പതിവായ കാഴ്ചയാണ്. ഈ കാഴ്ചകൾ ചില ആളുകൾക്ക് വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്നത് കൊണ്ട് BJP-യുടെ ഏറ്റവും വലിയ തലവേദനയാണ് ഉവൈസി. അതുമാത്രമല്ല, BJP-ക്ക് വിരൽ ചൂണ്ടുന്ന മറ്റൊരാളാണ് ചന്ദ്രശേഖർ റാവു. ചന്ദ്രശേഖർ റാവുവിൻ്റെ TRSന്റെ മുന്നേറ്റവും തടയണമെന്നുള്ള ഒരു നീക്കം തന്നെയാണ് ഹൈദരാബാദിനെ കേന്ദ്രഭരണ പ്രദേശമാക്കി പ്രഖ്യാപിക്കാനുള്ള അമിത്ഷായുടെ നീക്കം. എന്നാൽ ഈ നീക്കം പുറത്തു വന്നതോടുകൂടി ഹൈദരാബാദിൽ എല്ലാവരും ഒന്നിച്ചിരിക്കുന്നു. ഹൈന്ദവരും മുസ്ലിമും ക്രിസ്ത്യാനികളും ഒന്നിച്ച് തെരുവിലിറങ്ങും എന്നുള്ള സൂചന ലഭിച്ചതോടുകൂടി അമിത്ഷായും ഹൈദരാബാദിലെ BJP-ക്കാരും കുറച്ച് പിന്നോട്ട് പോയി എന്നുള്ള റിപ്പോർട്ടുകൾ ലഭിക്കുന്നു. അതായത് കശ്മീരിനെ തൊട്ടതുപോലെ ഹൈദരാബാദിനെ തൊടാൻ വേണ്ടി അമിത്ഷാ വന്നു കഴിഞ്ഞാൽ ഉവൈസിക്കൊപ്പം TRSും അതുപോലെ തന്നെ ചന്ദ്രശേഖർ റാവുവും ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് അവർ തന്നെ നൽകിയിരിക്കുകയാണ്. പൊതുജനം ഈ തീരുമാനം പുറത്തു വന്നതോടുകൂടി വലിയ ബഹളമാണ് തെലങ്കാനയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. മാധ്യമങ്ങളൊക്കെ ശക്തമായിട്ടുള്ള നിലപാടുമായി രംഗത്ത് വരാനും തുടങ്ങി. ഹൈദരാബാദിനെ തൊട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്നിച്ച് BJP-ക്ക് മുട്ടൻ പണി കൊടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഹൈദരാബാദിൽ എന്തെങ്കിലും ഒരു നീക്കത്തിന് BJP-യോ അമിത്ഷായോ ശ്രമിച്ചു കഴിഞ്ഞാൽ വലിയ നേട്ടമായിരിക്കും അവിടെ TRSനും ഒവൈസിക്കും ഉണ്ടാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വിവരം പുറത്തു വന്നതോടുകൂടി പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തിരിക്കുകയാണ് ഉവൈസിയും ചന്ദ്രശേഖർ റാവുവും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അനങ്കൂർ, കാസർഗോഡ്.